വീണ്ടും മലയാള സാഹിത്യത്തിലേക്ക്. മലയാളത്തിൻ്റെയും മലയാണ്മയുടെയും മധുരകാവ്യമാണ് വീണപൂവ്. കുമാരനാശാന് വീണപൂവ് പ്രചോദനമാക്കുവാൻ ഒട്ടേറെ കാരണങ്ങൾ പലരും വാദിക്കുന്നുണ്ട്, ഗവേഷണം നടത്തുന്നുണ്ട്. അതിലൊന്ന് കുഴുത്തുറ അയ്യപ്പൻപിള്ള എഴുതിയ പ്രസൂന ചരമം എന്ന കവിതയാണെന്ന് വാദിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. കണ്ണാടിയുടെ മുൻപൊരു ലക്കത്തിൽ വീണപൂവിന്റെ പ്രചോദനം കുമാരനാശാന്റെ ഒരു പ്രേമമായിരുന്നു എന്ന് ഒരു ചർച്ച നടത്തിയിരുന്നു. വീണപൂവ് എന്ന കാവ്യത്തിന് 100 വയസ്സ് തികയുമ്പോൾ കാസർഗോഡ് പോലീസിലെ വിരലടയാള വിദഗ്ധനും സാഹിത്യ ഗവേഷകനുമായ അടൂർ സുരേന്ദ്രൻ പറയുന്നു, യഥാർത്ഥ പ്രചോദനം വീണപൂവിന് 2 വർഷം മുൻപ് രചിക്കപ്പെട്ട പ്രസൂന ചരമം എന്ന കൃതിയാണെന്ന്. 1905 കുഴിത്തുറ CM അയ്യപ്പൻപിള്ളയുടെ സൃഷ്ടി. വീണപൂവ് എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അത് നമ്മളെല്ലാവരും സമ്മതിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് അടിസ്ഥാനമായിട്ടുണ്ടായിട്ടുള്ള കൃതി അസലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴിത്തുറ CM അയ്യപ്പൻപിള്ളയുടെ പ്രസൂന ചരമമാണ്. അതിൻ്റെ വൃത്തം, ഇത് വൃത്തം, പിന്നെ അതിൻ്റെ സീക്വൻസ് ഓഫ് അതിൻ്റെ പാത്രസൃഷ്ടി നീളുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇതിനെ അനുവർത്തിക്കുന്നതായിട്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാം. അത് നിഷ്പക്ഷമായിട്ടൊരു സംഗതിയാണ്. ഇത് ഞാൻ 87 ഇത് കണ്ടെത്തിയ കാലത്ത് തന്നെ അന്ന് അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യമാസികയായ മാതൃഭൂമി ഇത് കണ്ടെത്തുകയും എന്നെ ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ചെറിയൊരു നോട്ടോടുകൂടി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു 87. അങ്ങനെ ഇത് പിന്നെ സാഹിത്യവാഹിമായ പല കാര്യങ്ങൾ ഇതിനെ ബാധിക്കുന്നത് കൊണ്ട് അത് പലർക്കും അത് പൂർണ്ണ തോതിൽ പബ്ലിഷ് ചെയ്യാനോ അതിനെക്കുറിച്ച് നിഷ്പക്ഷമായ നിരൂപണം നടത്താനോ ഭയമാണ്. അത് സാഹിത്യബാഹ്യമായ കാര്യങ്ങളാണത്. കണ്ണിനവർക്കു മതിയായൊരു കൗതുകം തേനുണ്ടെന്ന ഷപ്പതും അതിനായ സൗഖ്യം എണ്ണം വെടിഞ്ഞു കൊടുത്തു വസിച്ചിരുന്ന ഒരു അർണോജമേ ജഡിതി ഇങ്ങനെ നഷ്ടമായോ. ഈർക്കുന്ന നിശ്ചല ഗുണാഭ ഉൾക്കുരുന്നിൽ പാർക്കുന്നവർക്ക് അമിത വിശേഷ വായ്പ നോക്കിയിട്ടറിഞ്ഞ് അവർക്ക് അങ്ങനെ അകാലച്ചാക്കിന് തകർത്ത് സരോജ ജോലി കേട്ടോ. അത് വീണപൂവിൽ ഭാര്യ. പിന്നെ വൈരാഗ്യമേറൊരു വൈദ്യനാകട്ടെ ഏറ്റ വൈരിക്ക് മുമ്പ് വീരമാകട്ടെ നേരെ വിളങ്ങനെ നിന്നെ നോക്കി ആരാകിലെന്ത് വഴിയുള്ള നിന്നിരിക്കുക കേട്ടോ. അതിന് സമാനമായിട്ട് എങ്ങനെ സൗന്ദര്യമൊക്കെ ഒതുക്കി അകത്തടുക്കിയിട്ടെന്ന് വിടരാൻ വലുതായ യോഗം വന്നിടുമെന്ന് നിരൂപിച്ചു വസിച്ച നിന്നെ ഒന്നായി മുടിച്ച ദഹ നിർബിധി. സാമ്യമില്ലേ? സാമ്യം എല്ലാത്തിലും സാമ്യമുണ്ട്. സാഹിത്യത്തിൽ എല്ലാ സൃഷ്ടികളും മറ്റു സൃഷ്ടികൾക്ക് പ്രചോദനമാണ്. ആ അർത്ഥത്തിൽ എല്ലാ സൃഷ്ടികളും ഗവേഷണ പഠനങ്ങൾക്ക് വിധേയമാകേണ്ടതുമാണ്. എന്നാൽ അടൂർ സുരേന്ദ്രന്റെ വാദം അത്തരമൊരു പഠനം അർഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. മഹാകവി കുമാരനാശാൻ വെറും വീണപൂവ് എന്നൊരു കവിത എഴുതിയിട്ട് മഹാകവിയായതല്ല. അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കരുണയും ചിന്താവിഷ്ടയായ സീതയും നളിനിയും ഇങ്ങനെ അനേകം. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഈ മഹാൻ മറ്റൊരാളുടെ കവിതയിൽ നിന്ന് കട്ടെഴുതിയതാണെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു കാര്യം ഉദിക്കുവാൻ ആവശ്യമില്ലെന്നും കഴിവില്ലെന്നും കാണിക്കുന്നത് കഷ്ടതയാണ്. 1000 വർഷങ്ങൾ മുമ്പ് അശ്വഘോഷൻ എന്ന ഒരു ബുദ്ധഭിക്കു ജാതി മതഭേദത്തിനെപ്പറ്റി എഴുതിയിരുന്നു. അത് ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഒടുവിൽ ടിബറ്റിൽ നിന്നാണ് കിട്ടിയത്. അതിലുള്ള വരികളാണ് ഗുണ്ടേട്ട് വജ്രസൂചി എന്ന പുസ്തകത്തിൽ കാണുന്നത്. അതും ആശാൻ പറഞ്ഞ അജാതി രക്തത്തിലുണ്ടോ അസ്ഥി മജ്ജായുകളിലുണ്ടോ അക്ഷരബ്രഹ്മം ദ്വിജന്മാർ സ്വയം ശിക്ഷ കൂടാതറിയുന്നു. ഇങ്ങനെയുള്ള വരികളൊക്കെ 1000 കൊല്ലങ്ങൾ മുമ്പേ കാണാം. അതുകൊണ്ട് അതിൽ നിന്ന് കട്ടതാണെന്നോ ആശാൻ ജീവിച്ച കാലത്തുള്ള ജാതി ഭേദം അനുഭവിച്ച് ശ്രീനാരായണ ഗുരു അത് മാറ്റുവാനുള്ള പ്രയത്നം ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാന ശിഷ്യനായിരുന്ന ആശാൻ ഈ കാഴ്ചപ്പാടുണ്ടായിരുന്നതിൽ യാതൊരു അതിശയപ്പെടല്ല. അത് മറ്റുള്ളവരുടെ കക്കുവാനിടയില്ല.